കോഴിക്കോട് വീണ്ടും ആശങ്ക ഏറുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് 6 പേരാണ്. ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിലായിട്ടുണ്ട്. വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് സ്ഥിതിഗതികൾ വഷളാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു ഭയം വേണ്ട, കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ 6 പേരാണ് ഇത്തരത്തിൽ ചികിത്സയിലുള്ളത് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ അവസ്ഥ അതിപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? അതായത് ഈ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ വലിയ ആശങ്കയിലാണ് ആരോഗ്യ വകുപ്പ്. കാരണം തുടരെ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 6 പേരാണ്. ഇതിൽ 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ കുഞ്ഞ് കഴിഞ്ഞ 3 ആഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ 11 വയസ്സുകാരി, നിലവിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ചികിത്സയിൽ തുടരുന്ന 11 വയസ്സുകാരിയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായ 47-കാരൻ, അത് 55-കാരനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ തുടരെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അതിന്റെ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്നതാണ്. ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള 4-ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഈ കുട്ടിക്ക് അസുഖം ബാധിച്ചത് ഈ കുട്ടിയുടെ വീട്ടിലെ കിണറിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ സഹോദരങ്ങളിൽ 2 പേരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്, മറ്റേയാളുടെ സ്രവ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ കുട്ടിക്കും പനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും എവിടെയാണ് ഈ വൈറസിന്റെ ഉറവിടം എന്ന് കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല ഈ കോഴിക്കോടും മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത്. പുഴയിൽ കുളിക്കുന്നത് ഒഴിവാക്കുക, തോട് തുടങ്ങിയ സ്വിമ്മിംഗ് പൂൾ എന്നിവയിൽ നിന്നൊക്കെ കുളിക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിലെ കിണറിൽ നിന്നാണ് ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം പടർന്നിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വീടും ചുറ്റുവട്ടത്തുള്ള ജലാശയങ്ങളും ഒക്കെ തന്നെ ക്ലോറിനേഷൻ ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സമാന ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിലുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ദേവിക. ശരി അനക്ക.